വെൽക്കം ബാക്ക് ടു മൈ ബ്രൈഡൽ സീരീസ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അടുത്ത കൺസേൺ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ മേക്കപ്പ് ആയിരിക്കും അല്ലേ. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ തന്നെയായിരുന്നു ചെയ്തത്, ഹെയർ വേറെ ഒരാളായിരുന്നു ചെയ്തത് കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് കുറേയധികം കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിരുന്നു. പക്ഷേ കല്യാണ മേക്കപ്പും റിസപ്ഷൻ മേക്കപ്പൊന്നും നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം അന്ന് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. മേക്കപ്പ് പകുതി നമ്മുടെ കയ്യിലും പകുതി നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലുമാണ് കേട്ടോ. നമ്മൾ കല്യാണ തലേന്ന് ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി നോക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക, മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആ കല്യാണത്തിൻ്റെ ആ ഒരു മന്ത് ഫുള്ളും ഉപയോഗിക്കാൻ വേണ്ടിയും നോക്കണം. കൂടുതൽ വെയിലത്തൊന്നും ഇറങ്ങാതെയും നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ പകുതി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലാട്ടോ. അതായത് ഇപ്പോൾ അവരുടെ ലൈറ്റിംഗ്, രാവിലത്തെ ലൈറ്റിംഗ് അനുസരിച്ച് നമ്മുടെ മേക്കപ്പ് ഒന്നില്ലെങ്കിൽ ഒരുപാട് പുട്ടിയടിച്ച പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഡാർക്കായി പോകും. എൻ്റെ കല്യാണത്തിൻ്റെ രാവിലത്തെ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത് കളർ കുറച്ച് കമ്മിയായ പോലെ തോന്നിയെന്ന് കുറേ പേര് എനിക്ക് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഹെയറും സാരിയും പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. റിസപ്ഷൻ്റെ മേക്കപ്പ് ആണെങ്കിൽ സത്യത്തിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു ഭംഗിയിലാണ് എനിക്ക് റിസപ്ഷൻ ലുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ നല്ലൊരു ലൈറ്റിംഗ് ഉള്ള റൂം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അവർക്ക് പറ്റിയ ഒരു അതായത് ആരും ശല്യം ചെയ്യാത്തൊരു സ്ഥലത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് തവണ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയാൽ അവർക്കും ടെൻഷനാവും. സോ അതൊക്കെ നോക്കണം. പിന്നെ നമ്മുടെ ഹെയറൊക്കെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ സ്പ്രേ, എന്താ പറയുക, ഹീറ്റ് പ്രൊട്ടക്ഷനൊക്കെ അടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങി വയ്ക്കുക. ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ വാങ്ങിച്ചിരുന്നു. കാരണം എനിക്ക് ഹീറ്റ് തട്ടി മുടി കൊഴിയോ എന്നുള്ള പേടി കൊണ്ട്. പിന്നെ നമ്മുടെ കൺസേൺസ് ഒക്കെ അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ കേൾക്കാൻ തയ്യാറാണോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1000 ബ്രൈഡിൽ ഒരാളായിരിക്കും നമ്മൾ. പക്ഷെ നമുക്ക് നമ്മുടെ ഫേസിൽ ആദ്യമായിട്ട് നമ്മളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ സ്പെഷ്യൽ ഡേയിൽ നമ്മളെ ഒരുക്കാൻ വേണ്ടി പോകുന്നത് അവരായിരിക്കും. സോ അവർ നമ്മളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രാവിലെ ഒരാളെയും വൈകിട്ട് ഒരാളെയായിരുന്നു ബുക്ക് ചെയ്തത്. 2 പേരും ഞാൻ സംസാരിക്കുന്നതിന് നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ രാവിലെയും വൈകിട്ടും വേറെ വേറെ ആൾക്കാരെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ വേറെ ഡിഫറെൻറ്റ് ലുക്കും കിട്ടും കേട്ടോ. പിന്നെയൊക്കെ ലോട്ടറി അടിച്ച പോലെയാണ് കേട്ടോ. ചിലപ്പോൾ നന്നാവാം, ചിലപ്പോൾ കൊളാവാം. വരണവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിരിയാണ് അടുത്ത നമ്മുടെ മെയിൻ മേക്കപ്പ് എന്ന് പറയുന്നത്. കൊളായിക്കോട്ടെ, നമ്മൾ നന്നായി ചിരിച്ച് നിൽക്കുക. പിന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ബുക്ക് ചെയ്യുക. അതാവുമ്പോൾ നമ്മൾ എത്ര കൊളായാലും ഫോട്ടോഗ്രാഫേഴ്സ് അതൊക്കെ അടിപൊളിയാക്കി നമ്മളെ സൂപ്പറാക്കി തരും. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നല്ലൊരു ഫോട്ടോഗ്രാഫറെ തന്നെയായിരുന്നു ചൂസ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിലും ഫോട്ടോസിലും ആയിരുന്നു എന്നെ നേരിട്ട് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയുണ്ടായിരുന്നത്. ഫ്യൂച്ചർ ബ്രൈഡാവാൻ പോകുന്നവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. ചിരിയാണ് മെയിൻ. സോ ചിരി വിടണ്ട. കീപ് സ്മൈലിംഗ്.